അങ്ങനെ സെക്കൻഡ് ഡേ കോഴിക്കോട് നിന്ന് നേരെ ഞങ്ങൾ വിട്ടത് മൈസൂരിലേക്കായിരുന്നു. എൻ്റെ ഫസ്റ്റ് കർണാടക ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. മോമോ ഫസ്റ്റ് ടൈം ആട്ടോ കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുന്നത്, ഞാൻ സെക്കൻഡ് ടൈമും. അങ്ങനെ എന്താ ഫസ്റ്റ് തന്നെ നമ്മൾ റൂമിൽ പോയി ഫ്രഷപ്പായി കുറച്ച് നേരമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് വൈകിട്ടാണ് നമ്മൾ ഇറങ്ങണേ. അപ്പോൾ തന്നെ വേഗം ഇതിൻ്റെ മൈസൂർ പാലസിലേക്കാണ് വിട്ടത്. മൈസൂർ പാലസിൻ്റെ ടൈമും കാര്യങ്ങളും ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ജസ്റ്റ് ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയപ്പോഴേക്കും ഞങ്ങൾ ഏകദേശം ഇറങ്ങിയപ്പോൾ അത് ക്ലോസ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4:30 ഒക്കെ ആയിട്ടോ ഞങ്ങൾ മൈസൂർ പാലസിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. സംഭവം നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളൂ. കുറച്ച് റീൽസൊക്കെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഇക്കാക്ക് അത് പറ്റില്ല എന്ന് മനസ്സിലായിട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അകത്തേക്ക് വിട്ടു. അകത്തെന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ട് വേണം കേട്ടോ. അത് ഫ്രീ ആയിട്ട് നമ്മൾ കവറിലിട്ട് കൊടുത്താൽ അതവർ സൂക്ഷിച്ച് വെച്ചോളൂ കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ സംഭവമാണ്. നടുക്കൊരു നടുമുറ്റം പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മഴയത്തൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നല്ല വൈബായിരിക്കും. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി കുറച്ച് റീൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇതിൽ ഒട്ടും ഇഷ്ടമല്ലാത്തത് മോമോക്കായിരുന്നു കേട്ടോ. കാരണം മോമോക്ക് ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല, ആൾക്ക് പറ്റിയ ഒന്നും ഇവിടെ തന്നെ ഇല്ല. പക്ഷെ ആൾ എന്തോ എന്നൊക്കെ ഉണ്ടെന്ന് കരുതി സമാധാനത്തിൽ ക്ഷമിച്ച് ഞങ്ങളിവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്നുണ്ടോ, എത്ര വർഷം മുമ്പ് ഇങ്ങനത്തേക്ക് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സംഭവമല്ലേ. ഇന്നത്തെ കാലത്താണെങ്കിൽ പിന്നെയും സമ്മതിക്കാം, പക്ഷെ അത്രയും വർഷം മുമ്പ് ഇങ്ങനൊരു സംഭവം, അതും എന്ത് കലേ ആലോചിക്കുമ്പോൾ തന്നെ ഒരു കാണാനും നല്ല അടിപൊളിയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയിട്ടുണ്ട്. താഴേക്ക് അതിൻ്റെ സ്റ്റെപ്പിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലായിടത്തും ഏത് മൂലക്ക് നിന്നാലും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സംഭവമായിരുന്നു. പിന്നെ ഞങ്ങൾ പാലസിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരൊരു ഡബിൾ ഡക്കർ ബസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഏതൊരു സിനിമയിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു സംഭവം. അപ്പോൾ ആ ബസ്സിൽ കയറി തന്നെ ഇവർ ഫുള്ള് മൈസൂർ സിറ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ നമുക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇതിന് എന്തോ 250 റുപ്പീസാണ് പെർ പേഴ്സൺ വരുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, എന്തായാലും വേർത്തായിരുന്നു. കാരണം ഈ ഒരു ഒറ്റ ട്രിപ്പിൽ നമ്മൾ മോസ്റ്റ് എല്ലാ സ്ഥലവും നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. നമുക്കറിയാത്ത സ്ഥലം പോലും ഇവർ കുറച്ചധികം നേരം നിർത്തിയൊക്കെ കാണിച്ചു തന്നിട്ടായിരുന്നു പോകുന്നത്. നമ്മൾ മേൽഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു, നല്ല ക്ലൈമറ്റും ആയിരുന്നു. മോമോക്കായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു ബസ്സിൻ്റെ ഈ ഒരു ജേണി എന്ന് പറയുന്നത്. ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരു 1 hour ജേണിയാണ്. അതിൽ കുറേ അധികം പ്ലേസസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ മൈസൂർ പാലസിൽ തന്നെ വീണ്ടും അവർ നമ്മൾ ഡ്രോപ്പ് ചെയ്യും കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പോയത് ഫോറം മാളിലേക്കായിരുന്നു. എറണാകുളത്തുള്ള ഫോറം മാളിൽ പോകാത്ത ഞാൻ മൈസൂരുള്ള ഫോറം മാളിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഫോറം മാൾ വലിയ സംഭവമൊന്നുമില്ല. ലുലു മാൾ കണ്ട നമുക്ക് ഫോറം മാൾ ഒന്നുമല്ല കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ ഇവിടുത്തെ മൈസൂരുള്ള ഫോറം മാൾ. അപ്പം നെക്സ്റ്റ് ഡേ കാണാം. ബൈ.